എന്താണ് ഇദ്ദേഹം ഇവിടെ പറയുന്നതെന്ന് നിങ്ങളൊന്ന് കേട്ടു നോക്കിയേ. നമ്മൾ സമസ്തക്കാരെ ഖുറാഫികൾ എന്ന് വിളിക്കാറുണ്ട്. അതെന്തുകൊണ്ടാണ്? അതെ, അവർ ഖുറാഫികളായതുകൊണ്ട് തന്നെയാണ്. എൻ്റെ ശ്രോതാക്കളെ, ഇവരെ നാം വഹാബികളെന്നാണ് വിളിക്കുന്നത്. എന്താ ഇവരെ വഹാബികളെന്ന് നാം വിളിക്കുന്നത്? നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ? അത് തന്നെ, അതാണ് അദ്ദേഹം ഇവിടെ തുടങ്ങി വെച്ചത്. മനസ്സിലായ? ഇദ്ദേഹത്തിന്റെ വിഷയം എന്താണ് ഇവിടെ? എന്താണ് ഇദ്ദേഹം ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്? ഇദ്ദേഹം പറയട്ടല്ലേ? പറയൂ. ബഹുമാനപ്പെട്ട സുബൈർ സലഫി നന്മ മുടക്കിയാണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. സുബൈർ സലഫി ഇവിടെ നന്മ മുടക്കിയാണെന്ന് പറഞ്ഞതുകൊണ്ട് എന്താ തെറ്റ്? എൻ്റെ ശ്രോതാക്കളൊക്കെ ഞാൻ പറയുന്നത് കേട്ടതുമല്ലേ? അത് നമുക്ക് തള്ളാൻ പറ്റത്തില്ല. അങ്ങനെ തന്നെ ഇരിക്കട്ടെ. പവിത്രമായ ആശൂറാ ദിനത്തിൻ്റെ അന്ന് ചൊല്ലേണ്ട ദിക്ർ ഇത്ര എണ്ണം ചൊല്ലണം, അതിൻ്റെ മഹത്വം ഇങ്ങനെയാണെന്ന് മുൻഗാമികളായ മഹത്തുക്കൾ സൂഫിവരന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഏത് കിതാബിലാണ് പഠിപ്പിച്ചത്, അത് എങ്ങനെയാണ് അവിടെ എഴുതിയത്, ഇതൊക്കെ ഞാൻ ഇവിടെ കാണിച്ചതാണ്. ശ്രോതാക്കളായ നിങ്ങൾ കണ്ടതുമാണ്. എന്ത് തന്നെ ആയിരുന്നാലും ഇതൊക്കെ കാണുമ്പോൾ ഇദ്ദേഹത്തിന് കുരുപൊട്ടുകയാണ്. ഇദ്ദേഹത്തിന് കുരുപൊട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല. അദ്ദേഹത്തിന് മറുപടി കൊടുക്കുന്നതിനിടയിൽ ഞാൻ ഇങ്ങനെ ഒരു വാചകം പറഞ്ഞിരുന്നു, നിങ്ങൾ കേട്ടിരുന്നു. അതിനെക്കുറിച്ച് ഇദ്ദേഹം പറയാൻ വരുന്നുണ്ട്, നിങ്ങളൊന്ന് കേട്ടു നോക്ക്. കീശ നിറക്കാനും പള്ളം നിറക്കാനും എന്നൊക്കെ നിങ്ങൾ പറയുന്ന ഒരു സംസ്കാരമില്ലാത്ത വാക്കുകളും പ്രയോഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നിങ്ങളുടെ കയ്യിൽ ഇരിക്കട്ടെ. മുസ്ലിയാക്കന്മാർ അതിനുവേണ്ടി തന്നെയാണ് മതത്തിന്റെ പേരിൽ പല വിദാത്തുകളും കൊണ്ടുവന്നിട്ടുള്ളത്. പുരോഹിതന്മാർക്ക് കീശ വീർപ്പിക്കാനും പള്ള വീർപ്പിക്കാനും. അവിടെ നിയത്ത് തന്നെ ആരാന്റെ കോയും കായും കൊണ്ട് എന്റെ പള്ളയും കീശയും വീർക്കണേ എന്ന് തന്നെയാണ് മുസ്ലിയാർ. നിങ്ങൾ ചോറ് കഴിക്കാറില്ലേ? നിങ്ങളുടെ കീശയിൽ കാശിരിക്കാറില്ലേ? നിങ്ങളുടെ പള്ളം നിറയാറില്ലേ? ഭക്ഷണം നിങ്ങൾ കഴിക്കാറില്ലേ? എന്തൊക്കെയാണ് ചങ്ങാതി നിങ്ങളൊക്കെ ഈ പറയുന്നത്? എന്താണ് ഇവരുടെയൊക്കെ അവസ്ഥ? ഇദ്ദേഹം മുസ്ലിയാക്കന്മാരെ കുറിച്ച് ഈ പറഞ്ഞ അഭിപ്രായത്തിനോട് സാധാരണക്കാരന്റെ വാക്കുകൾ എങ്ങനെയാണെന്ന് നിങ്ങൾ ഇവിടെ ഒന്ന് കേൾക്കണം. അതൊരാൾ വാപ്പി മരിച്ച ഓല പേര് അതേ ശേഷം ഇവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവര് പറഞ്ഞെന്താണ്, ഉസ്താദ്മാർ ചോർന്നാ നടക്കണില്ല, വീട്ടെടുക്കുന്നത്. ഇവർക്ക് അങ്ങനെ കളിയാക്കലാണ് വഹാബികൾക്ക്. ഓൽക്കാണെങ്കിൽ കായ് ഓലക്കാരനെ വലിയ വലിയ ആൾക്കാരായിക്കാറ്, വലിയ വലിയ ബിസിനസ്സിലപ്പോൾ ഓൽക്ക് കായ് വലിയ ചിലവാക്കാനുള്ള മടിയാണ്. അതാണ് സംഭവം. ഈ പൈസ കൂടി അതാണ്. നമുക്ക് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഓർമ്മ ഉണ്ടാവില്ല, നമ്മൾ ദീനിനെ വരെ എതിർക്കണം കേട്ടോ. സാധാരണക്കാർക്ക് വരെ മനസ്സിലായി, കീശയിൽ കാശില്ലെന്ന് പറഞ്ഞിട്ട് ഇമാതിരി പ്രവർത്തനങ്ങൾ നന്മകളൊന്നും ചെയ്യാതെ ഇങ്ങനെ പിശുക്കി വെക്കുകയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. ഇനി നിങ്ങളിങ്ങനെ ചറപറന്ന് സംസാരിച്ചത് കൊണ്ടൊന്നും ഒരു കാര്യമില്ല വഹാബി. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. സുബൈർ സലഫിക്ക് മറുപടി കൊടുത്ത് അതിൻ്റെ അവസാനം ഞാൻ എൻ്റെ ശ്രോതാക്കളാകുന്ന നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി ഞാൻ ചോദിച്ച ചില ചോദ്യങ്ങളും അതിൻ്റെ മറുപടിയും ഇദ്ദേഹം പറയുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ ഇനി ഒന്ന് കേൾക്കുക. കേവലം 70 തവണ ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ എന്ന് പറയുന്നത് ഇത് ചൊല്ലിയത് കൊണ്ട് നമ്മൾ നരകത്തിൽ പോവുക. അതെ, ഇത് നരകത്തിൽ പോകാൻ വേണ്ടി കാരണമാകും. നമ്മൾ ഇതൊക്കെ ചൊല്ലുന്നത് നരകത്തിൽ പോകാനുള്ള കാരണമാവുകയാണെന്ന് ഇദ്ദേഹം പറഞ്ഞത്. ഇദ്ദേഹത്തിന്റെ നിലവാരം നിങ്ങളൊന്ന് മനസ്സിലാക്കണം. നമ്മൾക്ക് അല്ലാഹു തആല തിന്മയുടെ ഭാഗത്തായിരിക്കും എഴുതി വെക്കുന്നത്. തീർച്ചയായും തിന്മയുടെ ഭാഗത്ത് തന്നെയാണ് ഇത് എഴുതി വെക്കുക. നമ്മൾ ഇതൊക്കെ ചൊല്ലുമ്പോൾ തിന്മയുടെ ഭാഗത്ത് തന്നെയാണ് എഴുതി വെക്കുന്നതെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇത്രയും കേട്ട സ്ഥിതിക്ക് ഇദ്ദേഹത്തിനോട് നിങ്ങൾ ചോറാണോ കഴിക്കുന്നത് ഞാൻ ചോദിക്കുന്നതിനെക്കാട്ടി മുമ്പ് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നത്. എന്നിട്ട് ഇദ്ദേഹം പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്ക്. അതുകൊണ്ടാണ് നിന്നെ പോലെയുള്ള മുസ്ലിയാക്കന്മാരെ ഞങ്ങൾ തള്ളിക്കളയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ കൊണ്ടുവരുന്ന പല ചവർ ഗ്രന്ഥങ്ങളെയും ഞങ്ങൾ തള്ളിക്കളയുന്നത്. അള്ളാഹിന്റെ റസൂലിനെ പോലും ചോദ്യം ചെയ്യണമെന്ന് പറഞ്ഞ ഇവറ്റകളെ പോലെയുള്ളവരുടെ അംഗീകാരമൊക്കെ ആർക്കാണ് ആവശ്യം? നിങ്ങൾക്ക് വല്ല ഇദ്ദേഹത്തിന്റെ അംഗീകാരം ആവശ്യമുണ്ടോ? നമുക്കൊന്നും ഒരു വിധത്തിലും ആവശ്യമില്ല. എന്നിട്ട് അവസാനം അദ്ദേഹം പറഞ്ഞു നിർത്തിയതുപോലെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എന്താണ് അദ്ദേഹം അവസാനം പറഞ്ഞു നിർത്തിയത്? അതുപോലെ തന്നെ നിങ്ങൾ കൊണ്ടുവരുന്ന പല ചവർ ഗ്രന്ഥങ്ങളെയും ഞങ്ങൾ തള്ളിക്കളയുന്നത്. നിങ്ങൾ കൊണ്ടുവരുന്ന ചവർ ഗ്രന്ഥം, നഊദു ബില്ലാ, ഗ്രന്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ അത് സാധാരണ മാസികളോ പത്രങ്ങളോ അല്ല ചങ്ങാതി. ത്യാഗങ്ങൾ സഹിച്ചു വർഷങ്ങളെടുത്ത് ഓതിപ്പടിച്ച ആ വിശാലമായി കിടക്കുന്ന അറിവിൻ്റെ സാഗരം അതിൻ്റെ അകത്ത് കാണാൻ കഴിയും. അത് നിങ്ങളെപ്പോലെയുള്ള ആളുകളുടെ കണ്ണിൽ അത് തിരിയൂല. നിങ്ങളെപ്പോലെ മൂടപ്പെട്ട് കിടക്കുന്ന ഹൃദയക്കാർക്ക് അത് മനസ്സിലാവുകയുമില്ല. അതുകൊണ്ട് തന്നെ മഹത്തുക്കളുടെ ഗ്രന്ഥങ്ങളൊക്കെയും വെറും ചവറുകളായി കാണുന്ന ഇവരുടെ ഉള്ളിലേക്ക് നമ്മളിനി എന്തു പറഞ്ഞു കൊടുക്കാനാണ്? ഒരു കാര്യവുമില്ല. ഇദ്ദേഹം ചറപറാന്ന് സംസാരിച്ചുകൊണ്ടേയിരിക്കും. അതാണ് ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത. ഇദ്ദേഹം എന്നെ ഒന്ന് ചൊറിഞ്ഞ്, അതുകൊണ്ട് ഞാൻ ചെറിയ രീതിയിൽ മാന്തിയതാണ്. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം.